ഈ പറഞ്ഞ പോലെ നമ്മൾ ബാക്കി എല്ലാ ഡോസും അടച്ചാലും നമ്മളിൽ ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത്, അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാവുക എന്നുള്ളത് അത് വലിയ കാര്യം. ഭയങ്കര കാരണം ഇമ്പോർട്ടന്റ് ഇപ്പൊ ആണ്. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാര് മതിയാക്കിക്കൂടെ, നിർത്തിക്കൂടെ, ഇതൊക്കെ ചോദിക്കും അവര്. അപ്പൊ ഞാൻ തമാശക്കാണെങ്കിലും, പക്ഷെ തമാശയല്ല, അത് ഒരു കണക്കിന് ഞാൻ അപ്പെടുത്ത തീരുമാനം ബോധപൂർവം അല്ലെങ്കിലും അത് വളരെ നല്ല തീരുമാനമാണോ, കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ അതൊന്നും അല്ല. പക്ഷെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ ഒരു ജോലിയും ചെയ്ത് ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ പഠിത്തം വരെ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത്. പഠിക്കുന്നത് നല്ല പഠിച്ചാൽ ഇനി ആ കാര്യമാണ്. ജോലിക്ക് പോകേണ്ടി വന്നാലോ? എന്താ വെച്ചാൽ ആളുകളല്ല, എൻ്റെ അച്ഛനും അമ്മയും തന്നെ പറയും, ഇത്രയും ഒരു ഡിഗ്രി കയ്യിലുണ്ടായിട്ട് എന്തിനാണ് എന്ന് അവർ ചോദിക്കും. അപ്പൊ എനിക്കൊരു ഡിഗ്രി വേണ്ട. വേണ്ട, ഞാൻ ഇതാണ് ഞാൻ ഇതാണ്, എനിക്കിതല്ലാതെ വേറെ ഒരു ജോലി ചെയ്യാൻ എനിക്ക് കഴിവില്ല. വേറെ ജോലി ചെയ്യാൻ എനിക്ക് കഴിവില്ല. എനിക്ക് അക്കാഡമിക്കലി അതിനുള്ള ഇതില്ല. അപ്പോൾ ഞാൻ അന്ന് പഠിക്കാൻ പുറകോട്ടാണെങ്കിലും പക്ഷെ ഇപ്പോൾ ഇത് ബാക്കിയുള്ള കുട്ടികൾ പഠിക്കരുതെന്നല്ല കേട്ടോ ഞാൻ പറയണത്. ഞാൻ പറഞ്ഞു, ഞാനത് അന്ന് ഞാൻ വിചാരിച്ചു, ഓക്കെ ഇത് മതി, ഞാൻ വേറെ എന്തെങ്കിലും ജോലിക്ക് പഠിക്കാൻ, ഞാനൊരു എഞ്ചിനീയറിംഗിനായത് ടീച്ചറോ എന്ത് ജോലിയാണെങ്കിലും, ഒരു PSC ടെസ്റ്റ് ചെയ്താൽ പോലും എൻ്റെ വീട്ടുകാർ പറയും, ഇത് പറ്റില്ല നിനക്ക്, സിനിമയല്ല, നമ്മൾ ജോലി പോവും എന്ന് പറയും. പക്ഷെ ഇവിടെ ടീച്ചേഴ്സിന്റെ ഒരു ഫാമിലിയാണ്. ആണ്. അപ്പൊ ഇവിടെ അവർക്ക് എൻ്റെ അമ്മയ്ക്കൊന്നും പറയാനൊന്നും വോയിസ് ഇല്ല. കാരണം എനിക്കിതല്ലാതെ ഞാൻ 9ാം ക്ലാസ് മുതൽ ഇതിന് നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ +1 +2 ഒക്കെ കറസ്പോണ്ടൻസ് ആണല്ലോ ചെയ്തത്. പിന്നെ ഞാൻ ഡാൻസിന്റെ ഡിപ്ലോമ കോഴ്സാണ് ചെയ്തത്. അതല്ലാതെ ഞാൻ പഠിത്തത്തിൽ ഒരു കോൺസെൻട്രേഷൻ വെച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് ഓക്കെ നീ ഈ ജോലി ചെയ്യുന്ന പറയാനും പറ്റില്ല, നീ ഏത് ജോലി ചെയ്യും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അമ്മയും എൻ്റെ കൂടെ നിന്നത്. അങ്ങനെയാണ് ഞാനും എൻ്റെ മനസ്സിൽ, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഈ ലോകത്ത്. എനിക്ക് ജീവിക്കണമെങ്കിൽ, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ, ഒരു ഐഡൻറ്റിറ്റി വേണമെങ്കിൽ ഞാൻ ഇത് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇതിൽ തന്നെ നിൽക്കും. നിങ്ങളത് പറഞ്ഞാലും നിങ്ങളിത് പറഞ്ഞാലും, ബ്രിക്ക് ബേക്കറി തോറ്റാലും, വാദ്യാരി കിട്ടിയില്ലെങ്കിലും, അല്ലെങ്കിൽ അയാളും ഞാനും എല്ലാം ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇതിൽ നിന്നാലേ കാര്യമുള്ളൂ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പം ആ ഒരു ശക്തി എനിക്ക് വന്നത് ഞാൻ ഇങ്ങനൊരു തീരുമാനം കൂടി എടുത്തത് കൊണ്ടും കൂടിയാണ്. അല്ലാതെ ചിലപ്പോൾ വിചാരിച്ചേക്കാം, എന്തിനാ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്, എൻ്റെ കയ്യിലൊരു ഡിഗ്രി ഉണ്ടല്ലോ, എനിക്കൊരു ഓഫീസിൽ പോയിട്ട് ജോലി ചെയ്തൂടെ, മേ ബി അതും ഞാൻ ചിന്തിക്കാം. അപ്പം അതൊക്കെ ആ ഓപ്ഷൻ ഞാൻ അപ്പോഴേ തന്നെ ക്ലോസ് ചെയ്തു. പക്ഷെ അത് എന്താ പറയാ, നമ്മളൊന്നും വേണം വെച്ചിട്ട് അങ്ങനെ ചെയ്തതല്ല. പക്ഷെ ചില സമയത്ത് അത് അങ്ങനെ നല്ലതായി എന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഒരുപാട് ഇപ്പം നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ സീരീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഇന്റർവ്യൂവിലൊക്കെ പോയിട്ടിരുന്നിട്ട് എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ അവിടെ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം ഞാനൊരു ഇന്നൊരു സിനിമയെ റെപ്രസെന്റ് ചെയ്ത് ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട് ആ സിനിമയെ ഇത് അങ്ങനെയാണ്. അപ്പം എനിക്കറിയാവുന്ന ഭാഷയിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഭാഷ ഒരു ആർട്ടിസ്റ്റിന് ഒരു പ്രശ്നമല്ല. ഏതെങ്കിലും ഒരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ വേഗം വിജയ് സേതുപതിയും കങ്കണ പക്ഷെ ഇപ്പൊ പഠിച്ചു, എന്നാൽ അവരെയൊക്കെ ആലോചിക്കും. അവരൊക്കെ കങ്കണയൊക്കെ പണ്ട് ഹിന്ദി മാത്രമേ പറയുള്ളൂ, ഇപ്പോഴാണ് പിന്നെ ഇംഗ്ലീഷൊക്കെ ആയത്. അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഞാനും പതുക്കെ പഠിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനത്തെ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഇല്ല. നേരത്തെ എനിക്ക് എല്ലാം പ്രശ്നമായിരുന്നു. എല്ലാം പ്രശ്നമായിട്ട് തോന്നും, അയ്യോ സംസാരിക്കാൻ അറിയില്ല, ഡ്രസ്സിങ് സെൻസ് ഇല്ല, അതില്ല, മറ്റതില്ല, കുരുവാണ്, മറ്റതാണ് മറിച്ചതാണ്, മുടിയില്ല, എല്ലാം പ്രശ്നം, നഖമില്ല, എല്ലാം ഒരു ഹീറോയിന് വേണ്ട ഒന്നുമില്ല, മൂക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞു എന്നൊക്കെ. അപ്പൊ ഇതൊക്കെ എനിക്ക് പ്രശ്നമാണ്. അതായത് ഒരു സീനിയർ ആർട്ടിസ്റ്റ് സൂൺ ആഫ്റ്റർ ഒരു ഡെബ്യൂ ഫിലിം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഹീറോയിൻ ഫേസ് അല്ല, മെറ്റീരിയൽ അല്ല, ലൈക്കബിലിറ്റി ഇല്ല, അതൊക്കെ പറഞ്ഞു. അവിടെയൊക്കെ നമ്മൾ തകരുമെങ്കിലും അപ്പൊ എന്താ പറയുക, അന്ന് ഞാനിങ്ങനെ പറഞ്ഞു, ഈ കുരു വച്ചിട്ട് തന്നെ ഞാൻ സിനിമ അഭിനയിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. അവരുടെ മുന്നിൽ ഞാൻ പോയില്ലെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ ലബ്ബർ ബന്ദ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ കുരു വെച്ചിട്ട് തന്നെ ഞാൻ അഭിനയിക്കണം. അപ്പം ദൈവമേ എൻ്റെ ഈ കുരു മാറ്റരുതേ എന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചു. ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഈ പൈസ 40,000 50,000 കൊടുക്കുമ്പോൾ ഇതെന്താ മാറാതെ ചോദിക്കുവാണ്. ഞാൻ അന്ന് പ്രാർത്ഥിച്ചത് ദൈവം ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടല്ലേ. ഇത്ര കേൾക്കേണ്ട ആവശ്യമില്ല, ഇത്രയ്ക്ക് എന്റെ പൈസ. പക്ഷെ ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഈ 15 വർഷമായാലും നമ്മൾ കാണുമ്പോൾ എനിക്ക് പിമ്പിൾസ് ഉണ്ട്. അതിന്റെ കാഠിന്യം ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, തുറയിരുന്നത് ഇപ്പൊ ഇച്ചിരി ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ പിമ്പിൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ നഖമില്ലായ്മ വെച്ചിട്ടും ഈ ഡ്രൈ സ്കിൻ വെച്ചിട്ടുമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ എന്താ പറയാ, ഈവൻ ചതുരം പോലും എനിക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മടി എൻ്റെ ഉള്ളിൽ വന്നത് എപ്പോഴാ വെച്ചാൽ എനിക്ക് നല്ല ടോൺഡ് ആയിട്ടുള്ള ആംസ് അല്ല, ഭയങ്കര ഫെയർ അല്ല ഞാൻ, എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, പിമ്പിളാണ്, എന്താ പറയുക, നഖമില്ല.
അതിന് വേണ്ടി അന്ന് ആ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ നെയിൽ വയ്ക്കുന്നത്, കണ്ടുപിടിച്ചിട്ട് ട്രിവാൻഡ്രത്ത് പോയിട്ട് ഒരു സ്ഥലത്ത് പോയി കണ്ടുപിടിച്ച് വയ്ക്കുന്നത്. കാരണം അതിൽ കുറേ ഷോട്ടുകൾ ഇങ്ങനെ ചെസ് കളിക്കുമ്പോൾ കൈയാണ് ചോക്ലേറ്റ് കഴിക്കണം, പിന്നെ അങ്ങനത്തെ ഒരു ലസ്റ്റിന്റെ ഒരു ഫാക്ടർ ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് ആ ക്യാരക്ടറും അങ്ങനെ ആവണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിനൊക്കെ ഇപ്പൊ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് നഖമില്ലേ വെച്ചോളൂ അങ്ങനെ. പിന്നെ ഞാൻ നോക്കുമ്പോഴാണ് പണ്ടത്തെ നമ്മൾ സിമ്രൻ, ജ്യോതിക അവർക്കൊന്നും നെയിൽസ് ഒക്കെ ഭയങ്കര കുറവാണ്. നെയിൽസ് മാത്രം കേട്ടോ, ബാക്കിയൊക്കെ നല്ലതാണ്. ബ്യൂട്ടിഫുൾ. ഈ ചതുരമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വൺസ് ഞാൻ ആ ക്യാരക്ടറായിട്ട് മാറാമെന്ന് തീരുമാനിച്ച സമയത്ത് ഞാൻ വെച്ചു, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ പറ്റുമല്ലോ, ഇതൊന്നും എനിക്കില്ലെങ്കിലും എനിക്ക് നല്ല ഉറപ്പാണ് എനിക്കിത് അഭിനയിക്കാൻ പറ്റും എന്നുള്ളത്. ബാക്കിയൊന്നും എനിക്ക് ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ തരുന്ന ഈ ക്യാരക്ടർ എനിക്ക് അഭിനയിക്കാൻ പറ്റും. അതായിരുന്നു ഞാൻ പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു. അതാണ് സ്ട്രെങ്ത്. അപ്പൊ എനിക്കും അത് പ്രൂവ് ചെയ്യണമായിരുന്നു, എനിക്ക് അഭിനയിക്കാൻ പറ്റുമല്ലോ എന്ന് എനിക്ക് നോക്കണമല്ലോ. അപ്പൊ അങ്ങനെയാണ് അതൊക്കെ ചെയ്തത്. അപ്പൊ അതാ, എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ സംഭവിച്ചാലും ഈ ഒരു ഡോറ് അല്ലെങ്കിൽ ഈ ഒരു നമുക്ക് അഭിനയിക്കാൻ പറ്റും. അതായത് ജീവിതത്തിനോട് ഇങ്ങനെ വാശി പിടിച്ച് സക്സസ് വാങ്ങിച്ച പോലെ അല്ലേ? ഇല്ല, എന്നെ സക്സസ്ഫുൾ ആക്കിയിട്ട് ഇവിടുന്ന് നിങ്ങൾ മൂവ് ചെയ്താൽ മതി, ഞാൻ സക്സസ് ആയിട്ടേ ഇവിടുന്ന് പോണുള്ളൂ. അതെ, നമ്മളല്ലാതെ ആരോടും വാശി കാണിച്ചിട്ടൊന്നുമില്ല നമ്മളോട്. അതെ, നമ്മളോട് ഒരു വാശി അതൊക്കെ. പിന്നെ ചില നല്ല ഹെൽത്തി കോമ്പറ്റീഷൻസ് ഉണ്ടാവുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സുഹൃത്ത് അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ അറിയോ സ്വാസ്, നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് എല്ലാ മനുഷ്യരും. ആണ്. ഇപ്പൊ നമ്മൾ മോസ്റ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന പല ആൾക്കാരും ചിലപ്പോൾ ഇത്രയും ഇൻസെക്യൂരിറ്റീസ് കൂടെ തന്നെ വന്നതായിരിക്കും. അതെ എന്നാണ് ഞാൻ. പിന്നെ അതാ, ചിലവർക്ക് ഒരു പെട്ടെന്ന് ഒരു മേ ബി ഒരു വെള്ളിയാഴ്ച കൊണ്ട് അവരുടെ ജീവിതം മാറും, പക്ഷെ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും അത് കഴിഞ്ഞിട്ടും. ചിലവർക്ക് അത് 1 വർഷമായിരിക്കും, ചിലവർക്ക് 15 വർഷമായിരിക്കും, ചിലവർക്ക് ഇപ്പൊ ജോജു ഏട്ടനൊക്കെ പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ജോജു ഏട്ടൻ്റെ ഒക്കെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ. അപ്പം അതൊക്കെ ഉണ്ടാവുമെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും കുറച്ചൊക്കെ ഇങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടുകളോടെ കടന്നു പോയാലായിരിക്കും ചിലപ്പോൾ അതിലേക്ക് എത്തുള്ളൂ. വളരെ സിമ്പിളായിട്ട് ആരും എത്തിപ്പെട്ടതായിട്ട് എൻ്റെ അറിവിലില്ല.